നൽകുകയോഗ്യത നിൻ സ്തുതി പാടാൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓശാന ഞായറാണ്. കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാരവും അനുസ്മരിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ, മംഗളങ്ങൾ നേരുന്നു. കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിജയശ്രീ ലാളിതനായി ജെറൂസലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ ഇത്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും വിജയശ്രീ ലാളിതനായി പ്രവേശിക്കുവാനും കൃപകളും അനുഗ്രഹങ്ങളും നൽകാനും ഈ ദിവസം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ തിരുനാൾ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജെറൂസലേം നിവാസികളെല്ലാം കർത്താവിനെ അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന കുരുത്തോലകൾ, അന്ന് അവിടെ കൊലകളില്ല, പകരം കമ്പുകളും ചില്ലകളുമേന്തി അവിടുത്തെ എതിരേറ്റു. ഇത് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരെ എതിരേറ്റുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ലഭ്യമാകുന്ന കുരുത്തോലകൾ ഉപയോഗിച്ച് പ്രവേശിക്കാനായിട്ട് ഇടയാകുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രാജാവാണ് എന്നുള്ളതാണ്. കർത്താവിൻ തിരുനാമമതിൽ വരുവോനദീവൻ ഇസ്രായേലിൻ കൃപനെന്നും ഉന്നതവിണ്ണിൽ ഹോസാന 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 ദാവീദിൻ സുതനോസാന ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന. പ്രവേശിച്ചില്ലാത്ത ഒരു കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ ആരും ലഭിച്ചിട്ടില്ലാത്ത, ആരാലും ലഭിക്കപ്പെടാത്ത ഒരു കഴുതക്കുട്ടി എന്നാണ്. കഴുതക്കുട്ടിയെ വാഹനമായി ഉപയോഗിച്ചിരുന്ന ആ നാട്ടുകാർ ഉപയോഗിക്കാൻ തക്കവിധം അല്ലാത്തൊരു കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു പ്രവേശിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ആർക്കും നിർത്താൻ കഴിയാത്ത ഒരു മനസ്സിന് ഉടമകളാണ് നമ്മളെല്ലാവരും. ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്തിപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് ആയിരിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ പുരാസഹനങ്ങളിലേക്കുള്ള യാത്രയിൽ, ആധ്യാത്മിക യാത്രയിൽ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ തന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. അവരുടെ ലക്ഷ്യങ്ങളും കണ്ടുകളൊക്കെ കരങ്ങൾക്കൊപ്പം കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ അതിലിരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തിനോടടുത്ത് ഒലിവുമലയുടെ ചലിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു.
രക്ഷകൻ